ഹലോ അസ്സാം വലൈക്കും. എൻ്റെ പേര് ഷംന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇതെനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഫ്രീ ബേർഡ് ദ ആർട്ട് ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അവർ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അവർ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതൊരു കാലിഗ്രഫി പെൻ സെറ്റാണ്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം തന്നെ എനിക്ക് കിട്ടിയ പാടെ തന്നെ ഞാനിത് അൺബോക്സ് ചെയ്തു. ഇത് എൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കളർ വേരിയേഷൻ വരും. അതായത് രാത്രിയാണ് ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്തത്, ഇത് പകലാണ് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയാം. പാക്കേജിങ് വരുന്നത് നമ്മൾ ഒരു ക്ലിംഗ് റാപ്പ് ചെയ്തിട്ടാണ് ഇവർ നല്ല അടിപൊളിയാക്കിയിട്ടാണ് കേട്ടോ പാക്കേജിങ് ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത്. ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിലാണ് സംഭവം വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ വന്നിട്ട് അവരുടെ കമ്പനിയുടെ പേരും അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ നെയിമും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഐ ഡി ഒക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അതിലുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ, സത്യം പറഞ്ഞു ഒരുപാട് ഇഷ്ടമായി. അവരുടെ പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ്. കാരണം പ്രൊഡക്റ്റ് ഒരിക്കലും നാശാവരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കണം എന്താ പറയുക, കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ സ്പോഞ്ച് വെച്ചിട്ട് അതിലാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ചില പ്രൊഡക്റ്റൊക്കെ ഗ്ലാസിൻ്റെയാണ്. അപ്പോൾ നാശാവാൻ ചാൻസ് ഉള്ള കാരണം കൊണ്ടായിരിക്കാം ഇതിങ്ങനെ പാക്കേജ് ചെയ്തിട്ടുള്ളത്. പോരാതെ തന്നെ അതിൻ്റെ കലം വെച്ചിട്ടുള്ള ആ പൊസിഷനൊക്കെ കറക്റ്റ്, കലം നീങ്ങിപ്പോവാതിരിക്കാനൊക്കെ അവർ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവരുടെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെയാണ് പാക്കേജിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും അടിപൊളി പാക്കേജിങ് ആണ്. പിന്നെ ഇത് വന്നിട്ടുള്ളത് എനിക്ക് DTDC വഴിയായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഡീറ്റെയിൽസും എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പർച്ചേസിൻ്റെ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഈ പ്രൊഡക്റ്റൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നതും ലാസ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം കേട്ടോ. അപ്പോൾ അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് ഒരു മാറ്റാണ്. അതായത് നമ്മൾ കാലിഗ്രഫി ചെയ്യുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടുള്ളത് റോൾ ചെയ്തിട്ട് നമ്മൾ റിബൺ കൊണ്ട് കെട്ടിയിട്ടാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെയാണ് ഒരു സ്ട്രക്ചർ വരിക. ഈ മെറ്റീരിയലിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, എങ്കിലും കൂടിയിട്ട് ഇത് അത്യാവശ്യം ഗ്രിപ്പുള്ളൊരു മെറ്റീരിയലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല, ചില സോഫ സെറ്റൊക്കെ വരും ഇങ്ങനത്തെ ഒരു മെറ്റീരിയലിൽ. തെറ്റാണോ പറയണമെന്ന് അറിയില്ല കേട്ടോ, എങ്കിലും കൂടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ കാറിൻ്റെ സീറ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവില്ലേ ചിലത്, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള നല്ല വില കൂടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ വരുന്നൊരു ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പേപ്പർ വെച്ചിട്ട്, അതായത് ഗ്ലോസി ഷീറ്റ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ഗ്രിപ്പ് കിട്ടും. അപ്പോൾ നന്നായിട്ട് എഴുതാൻ പറ്റും, പേപ്പർ നീങ്ങിപ്പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ സെറ്റിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം. ഞാൻ ഇതുവരെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നൊരു പ്രൊഡക്റ്റ് എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ അതിൽ വരുന്ന ഇങ്ക് ബോട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ലിക്കൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിക്കയാണ്. അപ്പോൾ ലിക്ക വരുന്നത് തന്നെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഇത് വീണ് പൊട്ടൊന്നുമില്ല, ആ ഒരു പേടിയൊന്നും വേണ്ട. നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ്, ഒരു ഡപ്പിയാണ്. അതിൻ്റെ ഉള്ളിൽ ലിക്കുണ്ട്. അപ്പോൾ ആ ലിക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞുതരാം. പലർക്കുള്ള ഡൗട്ടാണ് ലിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഞാനൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും കൂടി ഈ വീഡിയോയിൽ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇത് ഇങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഡിപ്പർ പോലത്തെ ഒരു സാധനം കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് അത്ര വലിയ ക്വാളിറ്റി എന്ന് പറയാനൊന്നുമില്ല, കാരണം അത് സെറ്റിൻ്റെ ഒപ്പം ഫ്രീ ആയി കിട്ടണതായിരിക്കാം ചാൻസ് ഉണ്ട്. അതിന് എക്സ്ട്രാ എമൗണ്ട് വന്നിട്ടുണ്ടാവില്ല എന്ന് എന്തായാലും കരുതുന്നു, കാരണം അത് അത്ര ക്വാളിറ്റിയുള്ള സാധനമല്ല. അത് സിമ്പിളായിട്ട് നമ്മുടെ ഇങ്ക് നമ്മുടെ ഈ ബോക്സിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് മാത്രം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഡിപ്പർ ഉണ്ടല്ലോ, അത് മിക്ക വീടുകളിലും ഉണ്ടാവും. അപ്പോൾ അത് പഴയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്കാണ്. അപ്പോൾ ഇങ്ക് വന്നിട്ടുള്ളത് ഒരു 15 ml ഒരു ബോട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇങ്ക് പലതരം കളറിൽ ഇങ്ക് ഉണ്ട് കേട്ടോ അവരുടെ അടുത്ത്. ബ്ലാക്ക്, അതുപോലെ തന്നെ ഗ്രീന്, റെഡ് ഒക്കെ ഉണ്ട്. പൊതുവേ ഈ 4 കളറാണ് കണ്ടിട്ടുള്ളത്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് വെച്ചെങ്കിൽ ഫോട്ടോ കാണിച്ചു തരാം. അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇങ്ക് വരുന്നത്. അപ്പോൾ ഇങ്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫ്രീ ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഇതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുതിയിട്ടുള്ളത് ദ ആർട്ട് ഹബ്ബ്, അത് അവരുടെ ആ ഒരു പേരാണുള്ളത്. പിന്നെ ബെസ്റ്റ് ക്വാളിറ്റി കാലിഗ്രഫി ഇങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതിയിട്ടുള്ളത് ഐഡിയൽ ഫോർ അറബിക് ആൻഡ് ഇംഗ്ലീഷ് ഡിപ്പ് ആൻഡ് കാലിഗ്രഫി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ എനിക്ക് ഒരു ഇത് പറയാനുള്ളത്, ഇതിലൊരു അവരുടെ എത്ര ഇങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നും
ഒന്നും കൂടി എഴുതിയിട്ടുണ്ടാവുമെങ്കിൽ കുറച്ചുകൂടി നന്നാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എത്ര ഇങ്കിൻ്റെ ബോട്ടിലാണെന്ന് അറിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാവുമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കേസും കൂടി പറയാനുണ്ട്. എന്നാലും കുഴപ്പമില്ല, കണ്ടാൽ തന്നെ അറിയാം അത് ഇതിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ട് എന്നുള്ളത്. ഏകദേശം 15 ml ഒരു ബോട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുള്ളത് ബ്ലൂ കളർ ഇങ്കാണ്. ഓക്കെ, ഇവരുടെ പിന്നെ കുറച്ച് കളേഴ്സും കൂടി ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിക്ചേഴ്സ് സഹിതം ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇങ്കിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ ആ പേപ്പറിൽ ഞാൻ എഴുതിയിട്ടും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അതിലത്തെ 3ാമത്തെ പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഇങ്ക് ബോട്ടിലിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് നല്ലൊരു പാക്കേജിങ് ആണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൂടിയും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഗ്ലാസ് ബോട്ടിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നിലത്ത് വീണ പൊട്ടാന ടൈപ്പുള്ള ഗ്ലാസ് അല്ല, നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ്സാണ്. അങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് ഇത് രണ്ടും വന്നിട്ടുള്ളത്. നമ്മുടെ ഇങ്ക് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ലിക്ക വരുന്ന ബോട്ടിലായാലും വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ആ കിറ്റിൽ വന്നിട്ടുള്ള അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ പേപ്പേഴ്സാണ്. ഇത് ഗ്ലോസി ഷീറ്റാണ്. ഇതിൻ്റെ ചുറ്റും നമുക്ക് തേഴ്സിബിൻ്റെ പാറ്റേൺസ് വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അതായത് തെസീബിൻ്റെ പാറ്റേൺസ് ചുറ്റും വന്നിട്ട് നമ്മൾ കൂടുതൽ ഡിസൈൻ ഒന്നും ഇതിൽ കൊടുക്കണ്ട, ജസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ എനിക്ക് 2 മോഡലിലുള്ള പേപ്പേഴ്സാണ് വന്നിട്ടുള്ളത്. ഒരു മോഡലിൽ 5 പേപ്പർ വീതം, അങ്ങനെ മൊത്തം 10 പേപ്പറാണ് വന്നിട്ടുള്ളത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, അത് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ A5-ലുള്ള തെസീബ് പേപ്പേഴ്സ്, അതായത് ഗ്ലോസി ഷീറ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് കുറച്ചും കൂടി ലോഞ്ച് ചെയ്തിട്ടില്ല. ഇതിലുള്ള പ്രൊഡക്റ്റും ഉണ്ട്, പോരാതെ തന്നെ കുറച്ചും കൂടി പ്രൊഡക്റ്റ് അവർ ഇനി ലോഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് A5 മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇൻഷാ അല്ലാ ചിലപ്പോൾ ഇനി അവർ പുതിയ പ്രൊഡക്റ്റും കൂടി ഉടനെ ഇറക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട് വെച്ചെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ, ലാസ്റ്റ് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ അവരുടെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ പ്രൈസ് ഇതുവരെ പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഇടും. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രൈസിലാവില്ല നിങ്ങൾക്ക് കിട്ടുക, ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് വേരിയേഷൻ വരുന്നത് കൊണ്ടാണ് ഞാൻ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ പറയാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് അറിയണം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും കൂടിയിട്ട് അപ്പോൾ ഇതാണ് അവരുടെ ഒരു 4ാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കലമാണ്. അപ്പോൾ ബാംബു കലംസാണുള്ളത്. അപ്പോൾ എനിക്ക് മൊത്തം 3 കലമാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ലൈറ്റിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിലും കൂടി ഞാൻ സൈഡിൽ പിക്ചേഴ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് 2 ഇങ്ങനത്തെ ടൈപ്പ് കലം, ഒരെണ്ണം ഭയങ്കരമായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കലമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3ഉം എങ്ങനത്തെ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ കലത്തിൻ്റെ മുകളിൽ അവരുടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കർ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു മാറ്റാം. ഫ്രീ ബേർഡ് ദി ഹാർട്ട് ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അത് ഒരു പ്ലെയിൻ സ്റ്റിക്കറാണ്, അത് നമുക്ക് വേണമെങ്കിൽ അയച്ചു മാറ്റാം. കലത്തിൻ്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. പിന്നെ നല്ല നീളമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഷാർപ്പൻ ചെയ്തിട്ട് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഉണ്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ. പിന്നെ ഇതിൽ വന്നിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് എനിക്ക് 2 സൈസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കലം എന്ന് പറയുന്നത് 6 മില്ലിമീറ്ററും ഒരു കലം എന്ന് പറയുന്നത് 8 മില്ലിമീറ്ററാണ്. അങ്ങനെ 2 സൈസുള്ള കലമാണ് ഉള്ളത്. ഞാനിതൊരു എൻ്റെ കയ്യിലുള്ള മുമ്പുള്ള ഒരു കലം വെച്ചിട്ട് ഞാനിത് അതിൻ്റെ വേരിയേഷൻ കാണിച്ചു തരാം, ഡിഫറൻസ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കലത്തിൻ്റെ ഡബിൾ ഉണ്ട് നമ്മൾ ഇപ്പോൾ മേടിച്ച കലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റും. ലൈഫ് ടൈം മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കേട്ടോ. അതെന്തായാലും കുറേ കാലം ഓടും. നമ്മൾ മൂർച്ച കുറയും തോറും അത് ഷാർപ്പൻ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. എന്നുവെച്ചാൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ബാമ്പുവിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നന്നായി ട്രീറ്റ് ചെയ്തിട്ടുള്ള ബാമ്പു ആണ്. അതുകൊണ്ട് തന്നെ നാശമാവും എന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല ട്രീറ്റ് ചെയ്തിട്ടുള്ള നല്ല ഗുഡ് ക്വാളിറ്റി ബാമ്പു വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത് പറയാനുള്ളത് ഇവരുടെ സ്പെഷ്യൽ ബാമ്പു ആണ്. സ്പെഷ്യൽ ബാമ്പു കലമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതിലും അവർ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റാം. അപ്പോൾ ഇത് ഒരൊറ്റ തടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് ഒരൊറ്റ ബാമ്പു കലത്തിൽ അവർ ചെത്തി എടുത്തിട്ടാണ് അതിൻ്റെ മുകളിലത്തെ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ബാമ്പു കലം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ഡെഫിനിഷൻസ് വരെ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കലം ഞാൻ നോക്കി നടക്കായിരുന്നു സത്യം പറഞ്ഞിട്ട് വെച്ചെങ്കിൽ. എനിക്ക് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി.
കാരണം ചിലതൊക്കെ അല്ലേ നമ്മൾ ഹർക്കത്ത് ഇടുമ്പോഴും അതുപോലെ തന്നെ തഷ്കീലിടുമ്പോഴും ഒരു സിഗ്നേച്ചറൊക്കെ കൊടുക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ ചെറിയ കലം വേണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം അന്ന് മേടിച്ചതിൽ 2 mm മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ചെറിയ കലം ഉണ്ടായിരുന്നില്ല, നല്ലോണം ചെറുതുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു കലമാണ് നമ്മുടെ സ്പെഷ്യൽ ബാമ്പു കലം. ഇതിന് കുറച്ച് പ്രൈസ് കൂടുതലുണ്ടാവും, എങ്കിലും കൂടിയിട്ട് ഇത് നിങ്ങളുടെ കയ്യിലുണ്ട് വെച്ചെങ്കിൽ പക്ക പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരുവിധം ആട്ടിലൊക്കെ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ബാമ്പു കലം ഉണ്ട്, അതുപോലെ തന്നെ 3 എണ്ണം ഉണ്ട്. 2 എണ്ണം അവരുടെ നോർമൽ ബാമ്പു കലം ആണെച്ചെങ്കിലും കൂടിയിട്ട് അത് അവരുടെ സ്പെഷ്യലാണ്. കാരണം ഇങ്ങനത്തെ ബാമ്പു കലമൊന്നും ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. എന്തായാലും നല്ല ഗുഡ് ക്വാളിറ്റി കലംസാണ്. പിന്നെ ഉള്ളത് അവരുടെ ഒരു സ്പെഷ്യൽ കലം, പിന്നെ ഇങ്ക് ബോട്ടിൽ, പിന്നെ ലിക്ക, അതുപോലെ തന്നെ നമ്മൾ ലിക്ക ഇങ്ക് ഒഴിച്ചിട്ട് വെക്കാൻ പറ്റുന്ന ആ ഒരു ബോട്ടിലും കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ അവരുടെ ഗ്ലോസി പേപ്പർ, അതായത് തെസീബ് ഡിസൈൻ വരുന്നത്, തേസിബ് ഡിസൈൻ വരുന്ന പേപ്പർ, പിന്നെ അവരുടെ മാറ്റ്, ഇതൊക്കെ കൂടിയിട്ടുള്ളൊരു സെറ്റാണ് വരുന്നത്. ഇതൊരു കാലിഗ്രഫി സെറ്റാണ്. ഇതിനേക്കാൾ ചെറിയൊരു ബിഗിനർ സെറ്റും കൂടി ഉണ്ട്. അതിൽ ഒരു കലമൊക്കെ വരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനൊരു സെറ്റും കൂടി ഉണ്ട്. ഇനി ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും 2 ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് വാട്സപ്പിൻ്റെ കാറ്റലോഗ് ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സർഫസ് ആയിരിക്കും കിട്ടുക, അങ്ങനത്തെ ഒരു പേജസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളിതിൽ ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഫസ്റ്റത്തെ ടച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ അതിലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങൾ വരും. താഴെ ആ മെസ്സേജ് ബിസിനസ് എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചാറ്റിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് കിട്ടും. അതിൽ മെസ്സേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ 2 ഓപ്ഷനാണ് ഉള്ളത്. അടുത്ത് ഞാൻ ഇങ്ക് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ലിക്ക് എടുത്തിട്ടുണ്ട്. ഈ ലിക്ക നൂല് വേർപ്പെടുത്തിക്കുന്ന ടൈപ്പുള്ള ലിക്കല്ല, അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ക് ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അത്രയേ വേണ്ടുള്ളൂ. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് അത് ഞാൻ വെച്ചിട്ട് എഴുതുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലുള്ള തന്നെ ഒരു കലം എടുത്തിട്ടുണ്ട്. 6 mm കലമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ പെൻസിലോട് ജസ്റ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഞാൻ എഴുതുകയാണ്. അപ്പോൾ ഞാൻ കൈ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കയ്യിൽ ഇങ്കായിട്ടുണ്ടായിരുന്നു, അതാണ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഞാൻ എഴുതിയിട്ടുള്ളത് കുൽ ഇന്നമൽ ഇൽമ ഇന്ദല്ലാ എന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. എന്താ എഴുതിയിട്ടുള്ളതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റായിട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി കാര്യങ്ങളൊക്കെയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ എവിടെയാണെന്ന് വെച്ചെങ്കിലും കൂടിയിട്ട് ഒരു 2 to 5 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ഡെലിവറി ചെയ്യും. ഓക്കെ, അപ്പോൾ ഡെലിവറി ചാർജ് വരുന്നത് ഒരു 40 to 70 റുപ്പീസ് ആ റേഞ്ചിലാണ് നമ്മുടെ ഡെലിവറി ചാർജ് വരുന്നത്. അത് എത്ര വലിയ പാക്കാണെന്ന് വെച്ചാലും കൂടിയിട്ട് 70 റുപ്പീസാണ് മാക്സിമം വരുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ട് വെച്ചെങ്കിൽ ഞാൻ കൊടുക്കുന്ന 2 ലിങ്കിൽ ഏതെങ്കിലും, അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഇതിൽ ഏതെങ്കിലും കൂടി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ അതിൽ കാണാം, കാറ്റലോഗിൽ കാണാം. അപ്പോൾ ഒരു പ്രൈസ് മാറ്റുന്നുണ്ട് വെച്ചാൽ അതിൽ അവർ അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ടുണ്ട് വെച്ചെങ്കിൽ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാം, അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അവർ കൊടുക്കുന്ന എപ്പോഴാണ് അവർ ഇങ്ങനത്തെ സർവീസ് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഇന്ത്യയിലെവിടെയും അവർ സപ്ലൈ ചെയ്ത് കൊടുക്കും. ഇന്ത്യയുടെ പുറത്താണെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി ഡേറ്റ് എടുക്കും, അതായത് ഒരു 10-15 ദിവസം എടുക്കും. അപ്പോൾ അത്ര ഒരു ഡേറ്റ് അത്ര കുഴപ്പമില്ല എന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ പുറത്താണെങ്കിലും കൂടിയിട്ട് അവർ ഡെലിവറി ചെയ്ത് തരും. അപ്പോൾ ഡെലിവറി ചാർജിൻ്റെ കാര്യത്തിൽ അതെനിക്കറിയില്ല, അവരുടെയായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. പിന്നെ അവരുടെ പുതിയ പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുമ്പോൾ അതും അവർ കാറ്റലോഗിൽ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും അവർ മെൻഷൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതും കാണാം കേട്ടോ. പിന്നെ ഇതൊരു ചെറിയ ബിസിനസ്, അതായത് പുതിയ ബിസിനസ് ആയതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ കൂടിയിട്ട് ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല നല്ല പ്രൊഡക്റ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളിത് എഴുതുമ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഈ പേപ്പേഴ്സൊക്കെ നല്ല സൂപ്പർ പേപ്പറാണ് കേട്ടോ. തേഴ്സി പേപ്പർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ കൈ കൊണ്ടുള്ള മിസ്റ്റേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇരുന്ന് എഴുതുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് ആ സ്പെഷ്യൽ കലം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വെച്ചെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക, അവരെ മെസ്സേജ് ചെയ്യുക. പോരാതെ തന്നെ ഇത് പ്രൈസ് നോക്കണ്ട. പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രൈസ് കാണിക്കാത്തപ്പോൾ വിചാരിക്കും പ്രൈസ് കൂടുതലായ കാരണമാണെന്ന്. അങ്ങനെയല്ല, പ്രൈസൊക്കെ നല്ല പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.